നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ നമ്മളിപ്പോൾ മൂന്നാറിലാണുള്ളത്. മൂന്നാറിൽ നമ്മളെ ഫാമിലിയും കുറച്ച് ഫ്രണ്ട്സും കൂടി പോയൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ബസ്സെല്ലാം കയറി ഫസ്റ്റ് പോയത് എരിവുകുളം പാർക്കിലേക്കാണ് കേട്ടോ. എൻ്റെ പൊന്നിയോ ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം. ആകെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഒരു കുന്ന് കയറാനുണ്ടായിരുന്നു. നമുക്ക് പിന്നെ പ്രായമായില്ലേ, കുന്ന് കയറാനൊന്നും നിന്നില്ല. അതുകൊണ്ടെന്താ, കുന്നിന്റെ മുകളിലുള്ള വരയാട് നമ്മളെ കാണാതാ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരയാടിനെയൊക്കെ കണ്ട് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ എക്കോ പോയിന്റിലേക്ക് പോയി. എക്കോ പോയിന്റിൽ മെയിൻ സംഭവമാണ് ഇതാ ഈ കുട്ടി കടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത്, എക്കോ കേക്കാം. പിന്നെ അതിൻ്റെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടുത്തെ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി. ഞാനും അമ്മയും അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും കയറി ഇറങ്ങി കേട്ടോ. വെറുതെ സാധനങ്ങളൊന്നും വാങ്ങാനല്ല, ചുമ്മാ എല്ലാം ഒന്ന് കാണാൻ. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ പല ടൈപ്പ് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടതൊന്നും ഞാനിതെല്ലാം വാങ്ങിയിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. കുറച്ച് ഫാൻസി സാധനങ്ങളും പിന്നെ ഇതാ ഈ ചോളവും മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. എനിക്ക് ഈ ചോളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം വാങ്ങി നമ്മളിങ്ങനെ നടക്കുമ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് ചായ വേണ്ട, ഐസ്ക്രീം മതിയെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഈ തണുപ്പത്ത് ഐസ്ക്രീമോ? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അങ്ങനെ അമ്മയ്ക്ക് ഐസ്ക്രീമും കൊടുത്ത് ഞാൻ ചായയും വാങ്ങി കുടിച്ചു. പിന്നെ നമ്മൾ പോയത് ഇതാ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഈ പൂവും പിന്നെ ഇതാ ഈ പൂവും അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ പല ടൈപ്പ് പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കാണാൻ. അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നതും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും എൻ്റെ ഫ്രണ്ട്സും കൊണ്ട് വൈബ് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ, ഈ സൺസെറ്റ് ആണ് കേട്ടോ. ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് അടുത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഫോട്ടോ എടുക്കാണ്ട് വരാൻ പറ്റുമോ? അങ്ങനെ സൺസെറ്റിന്റെ കുറച്ച് നല്ല ഫോട്ടോസും എടുത്തു. പിന്നെ അവിടുത്തെ വാട്ടർ ഷോ ഒക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതാ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടത്. ഞാൻ സത്യം പറഞ്ഞ ഇത് ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ എല്ലാവരും പോലെ ഞാനും അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നേരം എനിക്കത് ശരിക്കും വലിയ സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് മരണ എക്സ്പ്രഷനിലിട്ട് അതെല്ലാം വീഡിയോ എടുത്ത് ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയി. അങ്ങനെ നമ്മുടെ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ ആദ്യം പോയത് ഇതാ ഈ മാടുപെട്ടി ഡാം കാണാനാണ് കേട്ടോ. അവിടെ ഫുള്ള് ഗ്രിൽസ് ഇട്ടതുകൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ഇടയിൽ കൂടെയൊക്കെയായി വീഡിയോ എടുത്തത്. മാടുപെട്ടി ഡാമെല്ലാം കണ്ട് നമ്മൾ മെല്ലെ ഒരു എസ്റ്റേറ്റിലേക്ക് പോയി. അത് തന്നെ തേയില എസ്റ്റേറ്റ്. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ഇങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ. നമ്മൾ ആരും കാണാണ്ട് പമ്മി നുഴഞ്ഞു കയറിയതാണേ. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടി വിയിലൊക്കെ കണ്ടതുപോലെ തന്നെ അങ്ങനെ തന്നെ. പിന്നെ അവിടുത്തെ തേയിലയെല്ലാം നോക്കി അതെല്ലാം ആസ്വദിച്ച് അങ്ങനെ നടന്നു. പിന്നെ നമ്മൾ പോയത് രാമക്കൽമേട്ടിലേക്കാണ്. ഇതും ഒരു കുന്ന് തന്നെയാണ്. ചിലർക്കൊക്കെ തോന്നും ഈ മൂന്നാർ പോയാൽ എന്താ കാണാനുള്ളത്, ഈ കുന്നുമലയും മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഈ കുന്നും മലയൊക്കെ കയറി കഴിഞ്ഞാൽ അവിടുന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറി കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ മൂന്നാർ ഒരു അടിപൊളി ഓപ്ഷനാണ്. അങ്ങനെ കുന്നും മലയൊക്കെ ഇറങ്ങി ഞങ്ങൾ ഭൂമിയിലെത്തി. പിന്നെ പോയത് ഒരു മുന്തിരിത്തോട്ടത്തിലേക്കായിരുന്നു. അവിടെയാണെങ്കിൽ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വന്ന് കുറച്ച് മുന്തിരി വൈനൊക്കെ വാങ്ങിയിട്ടോ. ലാസ്റ്റ് ആയിട്ട് പോയത് പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കായിരുന്നു. അവരുടെ തന്നെ ഈ ബസ്സിൽ കയറി ഈ കാടിന്റെ നടുവിലൂടെ കുറച്ചു ദൂരം പോയാൽ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തും. അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ സമയം വൈകിയതുകൊണ്ട് അധിക നേരമൊന്നും അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ വരുന്ന വഴിക്കിതാ കുറച്ച് ചോക്ലേറ്റ്സും ചായപ്പൊടിയൊക്കെ വാങ്ങി. അത് പിന്നെ മസ്റ്റ് ആണല്ലോ. അപ്പൊ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.